ചെമ്പനീർപ്പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്തിന്റെ നിരപരാധിത്വം മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര കുറ്റബോധം അങ്ങോട്ട് തോന്നുവാണ്. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, വർഷേ നീ ഒരിക്കലും ശ്രീകാന്തിനെ സംശയിക്കാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ വാക്ക് ഞങ്ങളുടെ വീട്ടിൽ ധിക്കരിക്കാത്തത് ശ്രീകാന്ത് മാത്രമാ. ഞാനും സുധിയൊക്കെ ഇടക്കിടക്കൊക്കെ അച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കാറില്ല. പക്ഷെ ശ്രീകാന്ത് അങ്ങനെയല്ല. ശ്രീകാന്ത് അച്ഛനെ ധിക്കരിച്ച് ചെയ്ത ഒരേ ഒരു കാര്യം നിന്നെ ഒളിച്ചോടിപ്പോയി നീയുമായിട്ടുള്ള കല്യാണമായിരുന്നു. അതുവരെ ആരെയും ധിക്കരിക്കാതെ ജീവിച്ചിരുന്ന അവൻ ധൈര്യമായിട്ട് നിന്നെ കല്യാണം കഴിച്ചില്ലേ വർഷേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ അവൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും വർഷയുടെ കണ്ണൊക്കെ നിറയുവാണ്. അങ്ങനെ ഒരാളെ ആ വർഷ നീ സംശയിച്ചതെന്ന് സച്ചി പറയുമ്പോഴേക്കും വർഷ പൊട്ടിക്കരയുവാണ്. രേവതി പറയുന്നുണ്ട്, അങ്ങനെ ഒരു സീൻ കാണുമ്പോഴേക്കും ഏതൊരു ഭാര്യക്കായാലും ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നും. പക്ഷേ ശ്രീകാന്തിനോട് നീ ഒന്നും സംസാരിച്ചു പോലുമില്ല. ഒന്നും അതിൻ്റെ പിറകിൽ എന്താണ് സത്യാവസ്ഥ എന്നൊന്നും മനസ്സിലാക്കാതെ നേരെ വന്ന് ഈ വക്കീൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഇരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വർഷയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ കള്ളം പറയുമെന്ന് വർഷയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, വർഷയ്ക്ക് എല്ലാത്തിനും സംശയമാണോ? ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വർഷയെ തപ്പി ഇറങ്ങാനിരുന്നതാ. ഞങ്ങളാ വേണ്ടെന്ന് പറഞ്ഞത്. രണ്ടുപേരും അവിടെ പരിപാടി നടക്കുമ്പോൾ ഇല്ലെങ്കിൽ വരുന്നവർക്കൊക്കെ സംശയം തോന്നും. ഞങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ശ്രീകാന്ത് അവിടെ നിന്നത്. അല്ലെങ്കിൽ അവൻ തന്നെ നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയാനായിരുന്നെന്ന് പറയുമ്പോഴേക്കും വർഷ തലക്കിട്ടൊക്കെ അടിച്ച് കരയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ടാ, എനിക്കൊരു തെറ്റു പറ്റി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേക്കും ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തിന് എന്നോട് ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തിനെ സംസാരിക്കാൻ വർഷ അനുവദിച്ചാലല്ലേ ഇതൊക്കെ പറയത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സീൻ കണ്ടപ്പോൾ ദേഷ്യം വന്നു എന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും സച്ചി വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ മതി, വർഷയ്ക്ക് വർഷയുടെ തെറ്റു മനസ്സിലായല്ലോ, ഇനി അവൾ നമ്മുടെ കൂടെ വന്നോളൂ, വാ വർഷേ പോവാം എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തെടുത്ത് നിന്ന് ഞാൻ മേടിച്ചില്ല, ആ ദേഷ്യത്തിൽ നമുക്ക് പോകുന്ന വഴിക്ക് അതും കൂടി മേടിച്ചിട്ട് പോവാം എന്നൊക്കെ പറയുവാണ്. സച്ചി പറയുന്നുണ്ട്, ശ്രീകാന്ത് അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, അവനെ ഞാൻ വിളിച്ച് വിവരം പറയട്ടെ, വർഷയെ കണ്ടുകിട്ടിയ കാര്യം പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഹേയ് വിളിച്ച് പറയേണ്ട സച്ചിയേട്ടാ, നമുക്ക് ശ്രീകാന്തിന് ഒരു സർപ്രൈസ് കൊടുക്കാം, സർപ്രൈസ് ആയിട്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി ചെല്ലാം എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, ഓ ഭർത്താവിനെ ടെൻഷൻ അടിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർപ്രൈസ് ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കുറച്ച് നേരത്തേക്കല്ലേ, ഇപ്പം നമ്മളവിടെ എത്തില്ലേ, അവനോട് പറയണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി അതനുസരിക്കുവാണ്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി നേരെ റെഡിയായിട്ട് ഹോളിലോട്ടൊക്കെ പോവാണ്. പക്ഷേ ഇവരെത്തുന്നതിന് മുമ്പേ തന്നെ ഹോളിലെ സീനൊക്കെ ഇത്തിരി വഷളാവുകയാണ്. കാരണം രവീന്ദ്രനും സുധിയും എല്ലാവരും ശ്രീകാന്തിനോട് പോയി ചോദിക്കുന്നുണ്ട്, എടാ ശ്രീകാന്തെ വരും വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറായല്ലോ, സ്റ്റേജിലാണെങ്കിൽ ഓരോരോ പരിപാടികൾ അവതരിപ്പിച്ച് സമയവും കടന്നു പോകുന്നു, വർഷ എവിടെയടാ, അവൾ വരോ ഇല്ലയോ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അവൾ ഇപ്പോൾ വരും, നിങ്ങൾ അവിടെ പോയി ഇരിക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഉറപ്പിച്ച് തന്നെ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ ശ്രീകാന്തെ, അവൾ വരോ ഇല്ലയോ, നിനക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പറ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മധുസൂദനനും അതുപോലെ തന്നെ മഹിമയും കൂടി ദേഷ്യപ്പെട്ട് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് വരുവാണ്. ഇവിടെ എന്താ ശ്രീകാന്തെ നടക്കുന്നത്? ആനിവേഴ്സറി ഫംഗ്ഷൻ ആണോ അതോ വല്ല കൾച്ചറൽ പ്രോഗ്രാം ആണോ? പരിപാടികളൊക്കെ കൊള്ളാം, എൻ്റെ മോൾ എവിടെയെന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ശ്രീകാന്തിനോട്. ഇപ്പോൾ വരും അങ്കിളെ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട്, ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ഫംഗ്ഷനാണ് നടക്കുന്നത്, അപ്പോൾ ആദ്യം ഇവിടെ വേണ്ടത് വർഷയാണ്, ആ വർഷം ഇവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, എന്താ ശ്രീകാന്ത് എന്തോ ഉണ്ടെന്നൊക്കെ മഹിമ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രീകാന്ത് അപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവളിപ്പോൾ വരും എന്ന്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എപ്പോൾ വരുമെന്നടാ, ഞങ്ങളൊക്കെ ജോലി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്, നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, ബിസിനസ്മാനായ ഞാൻ വരെ ഇവിടെ വന്നു, നിന്റെ ഭാര്യ എവിടെയാണെന്നൊക്കെ സുധി ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുവാണേ. ശ്രീകാന്ത് പറയുന്നുണ്ട്, പറഞ്ഞില്ലേ അവൾ വരുമെന്ന്, നിൽക്കാൻ പറ്റുന്നവർ നിന്നാൽ മതി, അല്ലെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ചൂടാവുന്നുണ്ട് സുധീനോട്. മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തല്ല് പിടിച്ചോ, പറ ശ്രീകാന്തെ, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ, ബന്ധുക്കൾ റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും വന്നു, എൻ്റെ മോള് മാത്രമല്ല, വിളിച്ചാൽ ഫോണും കിട്ടുന്നില്ല, എന്താ അവൾക്ക് പറ്റിയത്, അവൾ എവിടെയെന്നൊക്കെ വീണ്ടും മധുസൂദനൻ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവൻ പറഞ്ഞല്ലോ അവൾ വരും എന്ന്. അപ്പോൾ മധുസൂദനൻ പറയും, കുറേ നേരമായാലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവൾ എവിടെയെന്ന് വീണ്ടും ചോദിച്ച് ചൂടാവാണ് മധുസൂദനൻ. ബഹളം കേട്ട് എല്ലാവരും അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട്, എടാ ശ്രീകാന്തെ എവിടെ വർഷ, എത്ര നേരമായി അവൾ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറ എന്താ പ്രശ്നം, നീ പറ ശ്രീകാന്ത് എന്ന് രവീന്ദ്രനും ചന്ദ്രയും മാറി ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി രേവതിയും കൂടി വർഷയെ കൂട്ടിക്കൊണ്ട് വരുവാണ്. നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയൊക്കെ വർഷ ഇങ്ങോട്ട് വരുവാണേ നടന്ന്. വർഷയെ കാണുമ്പോഴേക്കും ശ്രീകാന്തിന് നല്ല ആശ്വാസവും സമാധാനവും എല്ലാം തോന്നുവാണ് കേട്ടോ.
മധുസൂദനൻ ഓടിപ്പോയി വർഷേനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ ഇത് നിന്റെ ഫംഗ്ഷൻ അല്ലേ, നീ ഇത്ര നേരം എവിടെയായിരുന്നു, എന്താ വർഷേ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഡാഡി കൂളാവ്, ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടാൻ കുറച്ച് ലേറ്റായി പോയി, അതാണ് താമസിച്ചതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തായാലും വർഷ വന്നില്ലേ, ഇനി താമസിപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഹോളിലോട്ട് ക്ഷണിക്കുവാണ് രേവതി. ശ്രീകാന്ത് കുറേ നേരം വർഷയെ തന്നെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയെ. അപ്പോഴേക്കും വർഷ ചോദിക്കും, എന്താ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. പേടിച്ചു പോയോ എന്ന് വർഷ ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, പിന്നെ അല്ലാതെ ഹാർട്ട് ബീറ്റൊക്കെ സ്പീഡിൽ അടിക്കുമായിരുന്നു, നിന്നെ കണ്ടപ്പോഴാണ് അതൊക്കെ ഒന്ന് സ്ലോ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ശ്രുതി വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെ റൊമാൻസ് ഒക്കെ മതി, കുറേ നേരമായ ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നു, വാ നമുക്ക് ഫംഗ്ഷൻ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ശ്രുതി. അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വന്ന് സച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ തന്നെ ശ്രീകാന്ത് വർഷയും കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് എല്ലാവരോടായിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്, ഇത്ര നേരം ലേറ്റായി പോയി ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടി എല്ലാവരും ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കിട്ടാൻ താമസിച്ചു, അതാ കാരണം എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ 1 ഇയർ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ പറയുവാണ് ശ്രീകാന്ത്. ആദ്യം തന്നെ രേവതി ചേച്ചിക്കാണ് താങ്ക്സ് പറയേണ്ടത്, രേവതി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കല്യാണം ഒന്നും നടക്കില്ലായിരുന്നു. കല്യാണം മാത്രമല്ല, ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കാൻ തന്നെ നല്ല രീതിയിൽ നടക്കാൻ തന്നെ കാരണം സച്ചിയേട്ടനും രേവതി ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തായിരുന്നു ഞങ്ങൾ, ബെസ്റ്റ് കപ്പിൾസ് കോമ്പറ്റീഷനിൽ. പക്ഷെ അതിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതിൽ ജഡ്ജസ് പറഞ്ഞു ഞങ്ങൾ നല്ല ലവേഴ്സ് ആണെന്ന്, എന്നും അതുപോലെ തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ശ്രീകാന്ത് വർഷയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയും സംസാരിക്കുന്നുണ്ട്, ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നമുക്ക് എന്നും ലവേഴ്സ് ആയിട്ട് തന്നെ ഇരിക്കണം. അതുമാത്രമല്ല തൻ്റെ ഈ 1 ഇയർ എക്സ്പീരിയൻസിനെ പറ്റിയും പറയുന്നുണ്ട്. താൻ തൻ്റെ വീട്ടിലെ ഒറ്റ മോളാണെന്നും വിവാഹത്തിന് ശേഷം തനിക്കൊരു വലിയ കുടുംബം കിട്ടിയെന്നും, കുടുംബം മാത്രമല്ല എനിക്കൊരു ചേച്ചിയെ വരെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ പറയുന്നുണ്ട്. രേവതി ചേച്ചി എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്, എന്നെ പൊന്നു പോലെയാണ് രേവതി ചേച്ചി നോക്കുന്നത്. അതുമാത്രമല്ല മാരേജ് വിഷയത്തിലും എനിക്ക് ഒരുപാട് അഡ്വൈസ് തരാറുണ്ട് എന്നൊക്കെ രേവതിയെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട്. രേവതിയെ പറ്റി മാത്രമല്ല സച്ചിയെ പറ്റിയും പറയുന്നുണ്ട്. സച്ചിയെ ആദ്യം കണ്ടപ്പോൾ ഒരുപാട് തെറ്റിദ്ധരിച്ചെന്നും എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറിയെന്നും അവർ രണ്ടുപേരും നല്ല കപ്പിൾസ് ആണെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ചന്ദ്രക്കും ശ്രുതിക്കൊക്കെ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ശ്രീകാന്തിനും താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, എന്നെ സഹിക്കുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ശ്രീകാന്ത്, പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷം മാത്രമേ ശ്രീകാന്ത് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ, ഒരുപാട് നന്ദിയുണ്ട്, ലവ് യു എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അത് മാത്രമല്ല ചന്ദ്രയും രവീന്ദ്രനെയും എല്ലാവരെ പറ്റിയും പറയുന്നുണ്ട്. ചന്ദ്ര നല്ലൊരു എൻ്റർടൈനർ ആണ് വീട്ടിലെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്. രവീന്ദ്രനെ കാണിച്ച് പറയുന്നുണ്ട്, രവിയങ്കൾ എൻ്റെ അച്ഛൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് വർഷ. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പാട്ടുകളുണ്ട്, ഗാനമേളയുണ്ട്, ഡാൻസ് ഉണ്ടെന്നൊക്കെ ശ്രീകാന്ത് ഒരുപാട് പറയുന്നുണ്ട് ഫംഗ്ഷനെ പറ്റി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഹിമയും മധുസൂദനൊക്കെ ഡയമണ്ട് നെക്ലസ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് രവീന്ദ്രനെയൊക്കെ ഒരു നോട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ താഴെ നിൽക്കുമ്പോഴേക്കും മധുസൂദനനും മഹിമയും പോയി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് കണ്ടില്ലേ, ഡയമണ്ട് നെക്ലസാ, എത്ര കോടി രൂപയാണെന്നോ അതിൻ്റെ വില, നിങ്ങൾ എന്താ കൊടുത്തത്, വില പൊട്ടിയ കപ്പും സോസറൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ഇതുപോലെ ഡയമണ്ട് നെക്ലസ് ഒക്കെ മരുമക്കൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള ഇതോ കഴിവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് മധുസൂദനൻ രവീന്ദ്രനെ പുച്ഛിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ അച്ചമ്മക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ഒരവസരം കിട്ടുമ്പോഴേക്കും, അതായത് പിന്നീട് ഒരു സമയത്ത് മധുസൂദനെ അവിടെ നിന്ന് ഫോൺ ചെയ്യുമായിരിക്കേ. അപ്പോൾ നമ്മുടെ അച്ഛമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ മധുസൂദനൻ്റെ ബാക്കിൽ നിന്നും പോയിട്ട് തൻ്റെ വിരലും ചുരുട്ടിയിട്ട് ആ ദേഷ്യം മൊത്തം മധുസൂദനനോട് തീർക്കുവാണ്. കാരണം വന്നപ്പോൾ തൊട്ട് മധുസൂദനൻ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അച്ഛമ്മ എല്ലാം സഹിച്ചിരിക്കുമായിരുന്നു. ഏതായാലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ഛമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മധുസൂദനൻ്റെ കഴുത്തിൽ പോയി ഒറ്റ മർമ്മം നോക്കി തന്നെ ഒറ്റ കുത്തു കൊടുക്കുവാണേ. മധുസൂദനൻ അങ്ങനെ നാക്കും പുറത്തിട്ട് വേദന എടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പതിരിപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.